ഓരോ വർഷവും ഒരു ദിനം കടന്നുവരുന്നു. കലണ്ടറിലെ ഒരു സംഖ്യ. ചിലർക്ക് അതൊരാഘോഷമാണ്. പൊട്ടിച്ചിരികളുടെ, സമ്മാനപ്പൊതികളുടെ, കേക്ക് മുറിക്കുന്നതിൻ്റെ, ആശംസകൾ നേരുന്നതിൻ്റെ ഒരു ദിനം. ലോകം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന ഒരു ദിവസം. അവരുടെ സന്തോഷത്തിൽ മറ്റുള്ളവർ പങ്കുചേരുന്ന, ഓർമ്മകൾ പുതുക്കുന്ന, ജീവിതം ഒരു ഉത്സവമാക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ. എന്നാൽ അതേ കലണ്ടറിലെ അതേ ദിനത്തിൽ തികഞ്ഞ നിശബ്ദതയിൽ ജീവിക്കുന്ന ചിലരുണ്ട്. അവർക്ക് ചുറ്റും ആഘോഷങ്ങളില്ല, ആശംസകളുടെ പ്രവാഹമില്ല. അവരുടെ സോഷ്യൽ മീഡിയ ഭിത്തികളിൽ വർണ്ണച്ചിത്രങ്ങൾ വിരിയുന്നില്ല. ആ ദിനം വരുന്നു, പോകുന്നു, ഒരു സാധാരണ ദിവസം പോലെ. അവർ ജനിച്ച ദിവസം, അവർ ഈ ലോകത്തിലേക്ക് കണ്ണു തുറന്ന ദിവസം. പക്ഷേ അവരത് ആഘോഷിക്കുന്നില്ല. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരുപക്ഷേ അത്ഭുതമായി തോന്നാം, അല്ലെങ്കിൽ ദുഃഖമായി വ്യാഖ്യാനിക്കാം. എന്തുകൊണ്ടവർ സന്തോഷിക്കുന്നില്ല? ജീവിതത്തിലെ ഏറ്റവും വ്യക്തിപരമായ ഒരു ദിനം എന്തുകൊണ്ട് അവർ മറന്നതായി നടിക്കുന്നു? സത്യത്തിൽ അവർ മറക്കുന്നില്ല. ആ ദിനം മറ്റാരെക്കാളും ആഴത്തിലോർക്കുന്നത് ഒരുപക്ഷേ അവർ തന്നെയായിരിക്കും. പക്ഷേ അവർക്കാ ദിനത്തിന് മറ്റെന്തോ അർത്ഥമാണുള്ളത്. പുറമേക്ക് കാണിക്കുന്ന ആഘോഷങ്ങൾക്കപ്പുറം ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നിമിഷമാണത്. ലോകത്തോട് സംസാരിക്കുന്നതിന് പകരം തന്നോട് തന്നെ സംസാരിക്കാനുള്ള ഒരവസരം. അവരുടെ മനസ്സിൽ എന്താണപ്പോൾ സംഭവിക്കുന്നത്? ആ നിശബ്ദതയിൽ അവർ കേൾക്കുന്ന ശബ്ദമെന്താണ്? ആഘോഷിക്കാത്ത ആ ജന്മദിനത്തിനു പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. പലരും കാണാത്ത, കേൾക്കാത്ത ഹൃദയത്തിൻ്റെ ഭാഷയുണ്ട്. അവരെ നാം നിശബ്ദർ എന്ന് വിളിക്കാം. കാരണം അവരുടെ ഏറ്റവും വലിയ ഭാഷ മൗനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മറ്റുള്ളവരുടെ ജന്മദിനങ്ങൾ കൃത്യമായി ഓർക്കും. ഒരുപക്ഷേ ആദ്യത്തെ ആശംസ അവരുടേതായിരിക്കും. മറ്റൊരാളുടെ സന്തോഷത്തിൽ അവർ ആത്മാർത്ഥമായി പങ്കുചേരും. അവർ നല്ലൊരു കേൾവിക്കാരനായിരിക്കും, നല്ലൊരു സുഹൃത്തായിരിക്കും. മറ്റൊരാളുടെ ജീവിതത്തിലെ വിശേഷ ദിവസങ്ങൾ അവർക്ക് പ്രധാനമാണ്. പക്ഷേ സ്വന്തം ദിനം വരുമ്പോൾ അവർ പതുക്കെ ഉൾവലിയുന്നു. ആരും അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. പെട്ടെന്നുള്ള ആശംസകൾക്ക് എങ്ങനെ മറുപടി പറയണമെന്നറിയാതെ അവർ കുഴങ്ങുന്നു. അതൊരു നാണമല്ല, അതൊരു തരം വൈകാരികമായ പിൻവാങ്ങലാണ്. ആൾക്കൂട്ടത്തിൻ്റെ ശ്രദ്ധ താങ്ങാനാവാത്ത ഒരു തരം ഒഴിഞ്ഞുമാറൽ. അവർക്ക് കേക്കുകൾ വേണ്ട, ബലൂണുകൾ വേണ്ട, ഒരു സെൽഫി എടുത്ത് ലോകത്തെ അറിയിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്കാ ദിനമൊരു പ്രകടനമല്ല, അതൊരു ചിന്തയുടെ നിമിഷമാണ്. ഒരു വർഷം കൂടി കടന്നു പോയിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തലിൽ സന്തോഷം മാത്രമല്ല ഉള്ളത്, അതിൽ നഷ്ടങ്ങളുടെ കണക്കുണ്ട്. നേടാനാവാതെ പോയ സ്വപ്നങ്ങളുടെ നിഴലുണ്ട്. വഴിയിൽ ഉപേക്ഷിച്ചു പോന്ന ചില മുഖങ്ങളുണ്ട്. ഓരോ ജന്മദിനവും മുന്നോട്ടുള്ള യാത്ര മാത്രമല്ല, പിന്നോട്ട് വലിക്കുന്ന ഒരു ഓർമ്മ കൂടിയാണ്. കടന്നുപോയ വഴികളിൽ നമ്മൾ അനുഭവിച്ച വേദനകൾ, നമ്മളെ തന്നച്ചാക്കിപ്പോയവർ, ഇനി ഒരിക്കലും തിരികെ വരാത്ത നല്ല നിമിഷങ്ങൾ, ഇവയെല്ലാം ആ ഒരു ദിനത്തിൽ മനസ്സിലേക്ക് ഇരച്ചു കയറുമ്പോൾ ഒരു കൃത്രിമമായ ചിരിയോടെ കേക്ക് മുറിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് അവനവനോട് കാണിക്കുന്ന ഒരു വഞ്ചനയായി അവർക്ക് തോന്നുന്നു. അവരുടെ നിശബ്ദത സന്തോഷമില്ലായ്മയല്ല, അത് സത്യസന്ധതയാണ്. ഉള്ളിൽ കൊടുങ്കാട്ട് ബുഷുവുമ്പോൾ ശാന്തമായി പുഞ്ചിരിക്കാൻ അവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ടവർ മൗനത്തെ തിരഞ്ഞെടുക്കുന്നു. ആ മൗനത്തിൽ അവർ തങ്ങളുടെ മുറിവുകളെ തരോടുന്നു, ഓർമ്മകളെ താലോലിക്കുന്നു, കടന്നുപോയ കാലത്തോട് സംസാരിക്കുന്നു. അതൊരു തരം ആത്മപരിശോധനയാണ്. ലോകം കാണാത്ത, അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു തരം പ്രാർത്ഥന. ചിലർക്ക് ജന്മദിനം പ്രായം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം മാത്രമാണ്. ശരീരത്തിൽ വീഴുന്ന ഓരോ ചുളിവിനെയും, മുടിയിൽ പടരുന്ന ഓരോ നരയെയും അത് എടുത്തു കാണിക്കുന്നു. കാലം എത്ര വേഗമാണ് പറന്നുപോകുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആ വേഗതയിൽ താൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് സ്വയം ചോദിക്കുമ്പോൾ പലപ്പോഴും ഉത്തരം തൃപ്തികരമായിരിക്കില്ല. ആ അസംതൃപ്തിയെ ഒരാഘോഷമാക്കി മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ ദിവസം അവർ തങ്ങളിലേക്ക് ഒതുങ്ങുന്നു. ഒരുപക്ഷേ ഒരു പുസ്തകത്തിലേക്ക്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയിലേക്ക്, അതുമല്ലെങ്കിൽ
വിജനമായ ഏതെങ്കിലും ഒരിടത്തേക്ക് അവർ യാത്ര പോകുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നകന്ന് സ്വന്തം ഹൃദയമിടിപ്പ് കേൾക്കാൻ അവർ ശ്രമിക്കുന്നു. പുറമേയുള്ള ബഹളങ്ങളില്ലാതെ ഉള്ളിലെ ശബ്ദത്തിന് കാതോർക്കുന്നു. അവർ ആഘോഷിക്കുന്നില്ല എന്നല്ല, അവരുടെ ആഘോഷത്തിൻ്റെ രീതി വ്യത്യസ്തമാണ്. അത് നിശബ്ദമാണ്, ആഴത്തിലുള്ളതാണ്, മറ്റാർക്കും കാണാനാവാത്തത്ര വ്യക്തിപരമാണ്. ആ നിശബ്ദതയുടെ പിന്നിലെ വൈകാരികമായ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? ഓരോ മൗനത്തിനും പറയാൻ ഓരോ കഥയുണ്ട്. ആ കഥകളിലേക്കാണ് നമ്മളിനി സഞ്ചരിക്കുന്നത്. ഓരോ മൗനത്തിനും പിന്നിൽ പറയാൻ മടിച്ച ഒരു വാക്കുണ്ടാകും. ഓരോ പിൻവാങ്ങലിനും പിന്നിൽ താങ്ങാനാവാത്ത ഒരു ഭാരമുണ്ടാകും. ജന്മദിനങ്ങൾ ആഘോഷിക്കാത്തവരുടെ കാര്യവും വ്യത്യസ്തമല്ല. അവരുടെ ആ നിശബ്ദതയ്ക്ക് പല വൈകാരികമായ വേരുകളുണ്ട്. പുറമേക്ക് കാണുന്നതിനേക്കാൾ എത്രയോ ആഴത്തിലുള്ള കാരണങ്ങൾ. ചിലർക്ക് ജന്മദിനം എന്നത് ഒരു ഓർമ്മയാണ്, സന്തോഷത്തിൻ്റേതല്ല, നഷ്ടത്തിൻ്റെ ഓർമ്മ. ഒരിക്കൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന, എല്ലാ ജന്മദിനത്തിനും സ്നേഹത്തോടെ ആശംസകൾ നേർന്നിരുന്ന ഒരാളുടെ അഭാവം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം. അതൊരു പക്ഷേ അച്ഛനാകാം, അമ്മയാകാം, പ്രിയപ്പെട്ട ജീവിത പങ്കാളിയാകാം, അല്ലെങ്കിൽ ഒരാത്മമിത്രമാകാം. അവരുടെ ശബ്ദം കേൾക്കാത്ത, അവരുടെ സാമീപ്യമില്ലാത്ത ഒരു ജന്മദിനം എങ്ങനെയാണ് ആഘോഷിക്കാൻ കഴിയുക? ഓരോ ആശംസാ സന്ദേശവും ഓരോ ഫോൺ വിളിയും ആ വലിയ ശൂന്യതയെ കൂടുതൽ ആഴത്തിൽ ഓർമ്മിപ്പിക്കുകയേയുള്ളൂ. മറ്റുള്ളവർ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് മന്ത്രിക്കുന്നത് കൂടെയില്ലാതെ പോയ ആ പ്രിയപ്പെട്ട മുഖത്തെക്കുറിച്ചായിരിക്കും. കേക്കിൻ്റെ മധുരം പോലും ആ ഓർമ്മയുടെ കയ്പിനെ ഇല്ലാതാക്കുകയില്ല. അതുകൊണ്ട് അവർ ആ ദിനത്തെ നിശബ്ദമായി കടന്നു പോകാൻ അനുവദിക്കുന്നു. അതൊരു ദുഃഖാചരണമല്ല, അതൊരു സ്നേഹപ്രകടനമാണ്. കൂടെയില്ലാത്ത ആ ആത്മാവിനോടുള്ള ആദരവാണ്. ആ ഓർമ്മകളെ മറ്റൊരാഘോഷം കൊണ്ട് അശുദ്ധമാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മറ്റു ചിലർക്ക് ജന്മദിനം എന്നത് ഒരു ശ്രദ്ധയുടെ വലിയ കേന്ദ്രബിന്ദുവാണ്. എല്ലാവരുടെയും കണ്ണുകൾ തങ്ങളിലേക്ക് തിരിയുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന, ആശംസകൾ അർപ്പിക്കുന്ന ഒരു ദിനം. എന്നാൽ ഈ ശ്രദ്ധയെ അവർ ഭയപ്പെടുന്നു. അതൊരു തരം ഉൾവലിയുന്ന സ്വഭാവമാണ്. അവർ ആൾക്കൂട്ടത്തെ വെറുക്കുന്നവരല്ല, പക്ഷേ ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്കിഷ്ടമല്ല. അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും വളരെ വ്യക്തിപരമാണ്. അത് നാലാൾ അറിയുന്നതിൽ അവർക്ക് അസ്വസ്ഥതയുണ്ട്. ജന്മദിനം ആശംസകൾ നേരുമ്പോൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷം മുഖത്തു വരുത്താൻ അവർ നിർബന്ധിതരാകുന്നു. ഉള്ളിൽ എന്തുതന്നെയായാലും ചിരിക്കാൻ അവർ ബാധ്യസ്ഥരാകുന്നു. ഈ വൈകാരികമായ അഭിനയം അവരെ വല്ലാതെ തളർത്തുന്നു. അവരുടെ യഥാർത്ഥ വികാരങ്ങളെ മറച്ചുവെച്ച് ഒരു വ്യാജമായ മുഖമുടി അണിയുന്നത് അവനവനോട് ചെയ്യുന്ന അനീതിയായി അവർ കരുതുന്നു. അതുകൊണ്ട് അവർ ആ ശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നു. ഫോൺ കോളുകൾ ഒഴിവാക്കുന്നു. സന്ദേശങ്ങൾക്ക് വൈകി മറുപടി നൽകുന്നു. അതൊരഹങ്കാരമല്ല, അതൊരു സ്വയം പ്രതിരോധമാണ്. തങ്ങളുടെ വൈകാരികമായ ലോകത്തിലേക്ക് മറ്റുള്ളവർ അതിക്രമിച്ച് കടക്കുന്നത് തടയാനുള്ള ഒരു മാർഗം. അവർക്ക് വേണ്ടത് ഉപരിതലമായ ആശംസകളല്ല, ആഴത്തിലുള്ള മനസ്സിലാക്കലാണ്. അത് നൽകാത്ത ഒരു ലോകത്ത് നിശബ്ദമാണ് ഏറ്റവും നല്ല കവചം. ഇനി ഒരു കൂട്ടരുണ്ട്. അവർക്ക് ജന്മദിനം ആഘോഷിക്കുന്നതിൽ ഒരർത്ഥവും കണ്ടെത്താൻ കഴിയുന്നില്ല. കാലം കടന്നു പോകുന്നു, വയസ്സ് കൂടുന്നു. അതിലെന്താണിത്ര ആഘോഷിക്കാനുള്ളത്? ഒരു സംഖ്യ മാറുന്നതിനപ്പുറം ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അവർ ചോദിക്കുന്നു. അവർക്ക് പ്രായം കൂട്ടുന്നതിലല്ല, മനസ്സ് വളരുന്നതിലാണ് പ്രാധാന്യം. അറിവ് നേടുന്നതിലും കാഴ്ചപ്പാടുകൾ വിശാലമാക്കുന്നതിലും കൂടുതൽ നല്ല മനുഷ്യനാകുന്നതിലുമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് താൻ എത്രത്തോളം വളർന്നുവെന്ന് അവർ സ്വയം വിലയിരുത്തുന്നു. ആ വളർച്ചയിൽ അവർ സംതൃപ്തരാണെങ്കിൽ അതുതന്നെയാണ് അവരുടെ യഥാർത്ഥ ആഘോഷം. അതിന് കേക്കിൻ്റെയോ മെഴുകുതിരിയുടെയോ ആവശ്യമില്ല. അവർക്ക് ജന്മദിനമെന്നത് മറ്റുള്ളവർക്ക് കാണിക്കാനുള്ള ഒന്നല്ല, അത് തങ്ങളോട് തന്നെ സംസാരിക്കാനുള്ളൊരു ദിനമാണ്. ഒരു വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പഠിച്ച പാഠങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ വരുത്തിയ തെറ്റുകൾ എന്തെല്ലാമാണ്? ഇനി എനിക്ക് എങ്ങനെ മെച്ചപ്പെടാം? ഈ ചോദ്യങ്ങൾ അവർ തങ്ങളോട് തന്നെ ചോദിക്കുന്നു. ആ ആത്മപരിശോധനയുടെ നിമിഷങ്ങൾക്ക് ഒരാഘോഷത്തിൻ്റെ ബഹളം ആവശ്യമില്ല. അതിനു വേണ്ടത് ഏകാന്തതയും ശാന്തതയുമാണ്. അവർ ജീവിതത്തെ വളരെ ഗൗരവമായി കാണുന്നവരാണ്.
ഓരോ നിമിഷത്തിൻ്റെയും വിലയറിയുന്നവർ. അതുകൊണ്ടുതന്നെ ഒരു ദിവസത്തെ ആഘോഷത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം ഒതുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എല്ലാ ദിവസവും ഒരുപോലെ പ്രധാനമാണ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്നേഹിക്കാനും വളരാനുമുള്ള അവസരമാണ്. ആ കാഴ്ചപ്പാടിൽ ഒരു പ്രത്യേക ദിനത്തിന് മാത്രം എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? അവരുടെ ഈ ചിന്തകളെ പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അവരുടെ നിശബ്ദതയ്ക്ക് പിന്നിൽ സന്തോഷമില്ലായ്മയല്ല, മറിച്ച് ആഴത്തിലുള്ള ഒരു ജീവിതബോധമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആ ബോധത്തിൻ്റെ മനഃശാസ്ത്രപരമായ തലങ്ങൾ എന്തെല്ലാമാണ്? അതാണ് നമ്മൾ അടുത്തതായി അറിയാൻ പോകുന്നത്. ജന്മദിനങ്ങൾ ആഘോഷിക്കാത്തവരുടെ നിശബ്ദതയെ ലോകം പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. അവരെ അന്തർമുഖരെന്നോ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരെന്നോ അല്ലെങ്കിൽ സന്തോഷിക്കാൻ അറിയാത്തവരെന്നോ മുദ്രകുത്തുന്നു. എന്നാൽ ആ മൗനത്തിന് പിന്നിൽ വളരെ ശക്തമായ ഒരു മനഃശാസ്ത്രമുണ്ട്. അത് സാധാരണയായി തിരിച്ചറിയപ്പെടുന്നതിലും ആഴത്തിലുള്ള വൈകാരിക പക്വതയുടെ ലക്ഷണമാണ്. അവരിൽ ഭൂരിഭാഗം പേരും ആഴത്തിൽ ചിന്തിക്കുന്നവരും ഉയർന്ന ആത്മബോധമുള്ളവരുമാണ്. അവർ തങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും നിരന്തരം നിരീക്ഷിക്കുന്നു. എന്തുകൊണ്ട് എനിക്കിങ്ങനെ തോന്നുന്നു? എൻ്റെ ഈ സന്തോഷത്തിന് കാരണമെന്താണ്? എൻ്റെ ഈ ദുഃഖത്തിൻ്റെ വേരുകൾ എവിടെയാണ്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ആത്മപരിശോധന അവർക്ക് ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ നൽകുന്നു. അതുകൊണ്ടുതന്നെ പുറമേ നിന്നുള്ള അംഗീകാരങ്ങളിലോ പ്രശംസകളിലോ അവർക്ക് വലിയ താൽപ്പര്യമുണ്ടാകില്ല. ഒരു ജന്മദിന ആഘോഷത്തിലൂടെ ലഭിക്കുന്ന താൽക്കാലികമായ ശ്രദ്ധയേക്കാൾ അവർ വിലമതിക്കുന്നത് ആന്തരികമായ സമാധാനത്തെയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്ന് അവർ ഒരുപാട് മുന്നോട്ടു പോയിരിക്കുന്നു. അവരുടെ സന്തോഷത്തിൻ്റെ അളവുകോല് മറ്റുള്ളവരുടെ കൈകളിലല്ല, അത് അവരുടെ ഉള്ളിൽ തന്നെയാണ്. അവർ സന്തോഷമില്ലാത്തവരല്ല, അവർക്ക് സന്തോഷം മറ്റുള്ളവരെ കാണിക്കേണ്ടതില്ലെന്ന ബോധം മാത്രമാണുള്ളത്. അവരുടെ സന്തോഷം ശാന്തമാണ്. ഒരു പുഴ പോലെ പുറമേ ശാന്തമായി ഒഴുകുമെങ്കിലും ഉള്ളിൽ വലിയ ആഴങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. അത് മറ്റൊരാൾക്ക് കാണാനോ അളക്കാനോ സാധിക്കില്ല. ആ സന്തോഷം അവർ സ്വയം ആസ്വദിക്കുന്നു. ഈയൊരു മനോഭാവം ഉയർന്ന വൈകാരിക ബുദ്ധിയുടെ അടയാളമാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും അവർക്ക് സാധിക്കുന്നു. ഒരു ജന്മദിന ആഘോഷത്തിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറല്ല. കൃത്രിമമായി ചിരിക്കാനോ ആൾക്കൂട്ടത്തിൽ അസ്വസ്ഥതയോടെ നിൽക്കാനോ അവർ മെനക്കെടുന്നില്ല. പകരം തങ്ങൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നതെന്തോ അത് തിരഞ്ഞെടുക്കാൻ അവർ ധൈര്യം കാണിക്കുന്നു. അത് ഏകാന്തതയാണെങ്കിൽ അവർ അതിനെ സ്വീകരിക്കുന്നു. അവർ അർത്ഥം തേടുന്നവരാണ്, ശ്രദ്ധ തേടുന്നവരല്ല. ജീവിതത്തിൽ ഓരോ പ്രവൃത്തിക്കും അവർ ഒരർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നതിലൂടെ എന്തർത്ഥമാണ് തനിക്ക് ലഭിക്കുന്നത് എന്നവർ ചിന്തിക്കുന്നു. അതിൻ്റെ ഉത്തരം ഉപരിപ്ലവമായ സന്തോഷം എന്നാണെങ്കിൽ അവർക്കത് തൃപ്തികരമാവില്ല. എന്നാൽ ആ ദിവസം ഒരു നിർധനനെ സഹായിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു മരം നടുന്നതിലോ അവർ അർത്ഥം കണ്ടെത്തുന്നുവെങ്കിൽ അതായിരിക്കും അവരുടെ ആഘോഷം. ആ ആഘോഷം ലോകമറിയില്ല, പക്ഷേ അവരുടെ മനസ്സറിയും. ഒരർത്ഥത്തിൽ അവർ സാമൂഹികമായ അംഗീകാരത്തെ മറികടന്നവരാണ്. പ്രായം കൂടുന്തോറും നാം പലപ്പോഴും സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാൻ നിർബന്ധിതരാകുന്നു. പഠനം, ജോലി, വിവാഹം, കുട്ടികൾ, അങ്ങനെ ഒരു പട്ടിക തന്നെയുണ്ട്. ജന്മദിനം ആഘോഷിക്കുന്നതും അത്തരമൊരു സാമൂഹിക ചിട്ടയുടെ ഭാഗമാണ്. എന്നാൽ ചിലർ ഈ ചിട്ടകളെ ചോദ്യം ചെയ്യുന്നു. എന്തിനാണ് എല്ലാവരും ഒരേപോലെ ജീവിക്കുന്നത്? എനിക്കെൻ്റെ വഴി തിരഞ്ഞെടുത്തുകൂടെ എന്ന ചോദ്യങ്ങളിൽ നിന്നാണ് അവരുടെ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത്. മറ്റുള്ളവരുടെ വഴിയെ സഞ്ചരിക്കാതെ സ്വന്തമായി ഒരു പാത വെട്ടിയുണ്ടാക്കാനുള്ള ധൈര്യം. ആ പാതയിൽ ഒരുപക്ഷെ ആൾക്കൂട്ടം കുറവായിരിക്കും, പക്ഷേ അവിടെ ആത്മാർത്ഥതയുണ്ടാകും, സത്യസന്ധതയുണ്ടാകും. ഒരു ദിവസം അവരുടേതാണ്, പക്ഷേ അത് ലോകത്തിൻ്റെ മുഴുവൻ ദിനമാക്കേണ്ടതില്ലെന്ന തിരിച്ചറിവുണ്ടവർക്ക്. അത് തനിക്കുവേണ്ടി മാത്രം സൂക്ഷിക്കുന്ന ഒരു രഹസ്യം പോലെ, ഒരു സ്വകാര്യ നിധി പോലെ അവർ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു. അവർക്ക് പ്രായം ഒരു സംഖ്യ മാത്രമല്ല, അതൊരനുഭവമാണ്. ഓരോ വർഷവും അവർ കൂടുതൽ ജ്ഞാനികളാകുന്നു, കൂടുതൽ ക്ഷമയുള്ളവരാകുന്നു, കൂടുതൽ സ്നേഹമുള്ളവരാകുന്നു. ആ വളർച്ചയാണ് അവർ വിലമതിക്കുന്നത്. ആന്തരികമായ ഈ വളർച്ചയുടെ മുന്നിൽ പുറമെയുള്ള ആഘോഷങ്ങൾ എത്ര നിസ്സാരമാണെന്നവർ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവ് നൽകുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനത്തിൽ അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്? ആ നിശബ്ദതയിൽ അവർ കണ്ടെത്തുന്ന ആനന്ദമെന്നാണ്. ഒരാഘോഷത്തിൻ്റെ അഭാവം ശൂന്യതയായി തോന്നാമെങ്കിലും ജന്മദിനം ആചരിക്കാത്തവർ ആ ശൂന്യതയെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു.
പുറമെയുള്ള ബഹളങ്ങൾ സ്ഥികായിക്കുമ്പോൾ ഉള്ളിലെ ശാന്തതയുടെ സംഗീതം അവർ കേട്ടു തുടങ്ങുന്നു. ആ നിശബ്ദതയാണ് അവർ കണ്ടെത്തുന്ന ഏറ്റവും വലിയ സമാധാനം. അവർ ആഘോഷിക്കുന്നില്ല എന്നല്ല, അവരുടെ ആഘോഷം ആന്തരികമാണ്. മറ്റുള്ളവർ കേക്ക് മുറിക്കുമ്പോൾ അവർ ഒരുപക്ഷെ തങ്ങളുടെ ഹൃദയത്തോട് നന്ദി പറയുന്നുണ്ടാവും. ഒരു വർഷം കൂടി തന്നോടൊപ്പം നിന്നതിന്, എല്ലാ വേദനകളും താങ്ങിയതിന്, വീണുപോയപ്പോൾ എഴുന്നേൽപ്പിച്ചതിന്. മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ ലഭിക്കുമ്പോൾ അവർ തങ്ങൾക്ക് തന്നെ സമയം സമ്മാനിക്കുന്നു. സ്വന്തം ചിന്തകളോടും സ്വപ്നങ്ങളോടും ഭയങ്ങളോടും സംസാരിക്കാനുള്ള സമയം. അവർക്ക് കേക്ക് വേണ്ട, അവർക്ക് സമയം വേണം സ്വന്തം ചിന്തകളുമായി തനിച്ചിരിക്കാൻ. ചിലർ ആ ദിവസം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുന്നു. കഴിഞ്ഞുപോയ വർഷത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും വരും വർഷത്തിലേക്ക് കരുത്ത് ചോദിക്കാനും. അതൊരു മതപരമായ പ്രാർത്ഥനയാകണമെന്നില്ല. പ്രപഞ്ചത്തോടോ അല്ലെങ്കിൽ സ്വന്തം ആത്മാവിനോടോ ഉള്ള ഒരു നിശബ്ദ സംഭാഷണമേ ആവുമത്. ആ സംഭാഷണത്തിൽ അവർ തങ്ങളെ തന്നെ കണ്ടെത്തുന്നു, തങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നു. അവർ പ്രതീക്ഷകളിൽ നിന്ന് സ്വതന്ത്രരാണ്. ഒരു ജന്മദിനത്തിൽ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ലഭിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് ചിന്തകൾ അവരെ അലട്ടുന്നില്ല. ആശംസകൾ കിട്ടിയില്ലെങ്കിലും അവർക്ക് പരിഭവമില്ല. ആരും ഓർത്തില്ലെങ്കിലും അവർക്ക് സങ്കടമില്ല. കാരണം അവരുടെ സന്തോഷം മറ്റൊരാളുടെ ഓർമ്മയിലോ പ്രവൃത്തിയിലോ അതുങ്ങുന്നില്ല. ഈ പ്രതീക്ഷയില്ലായ്മ അവരെ ഭാരമില്ലാത്തവരാക്കുന്നു, സ്വതന്ത്രരാക്കുന്നു. അവർ കോലാഹലങ്ങളില്ലാതെ സന്തോഷിക്കാൻ പഠിച്ചവരാണ്. ഒരു പുസ്തകം വായിക്കുന്നതിലോ, ഒരു ചെടിക്ക് വെള്ളമൊഴിക്കുന്നതിലോ, ഒരു പഴയ പാട്ട് കേൾക്കുന്നതിലോ, അല്ലെങ്കിൽ വെറുതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നതിലോ അവർ ആനന്ദം കണ്ടെത്തുന്നു. ചെറിയ കാര്യങ്ങളിലെ വലിയ സന്തോഷം തിരിച്ചറിഞ്ഞവരാണവർ. ആ തിരിച്ചറിവ് അവരെ ഏതു സാഹചര്യത്തിലും സന്തുഷ്ടരായിരിക്കാൻ പഠിപ്പിക്കുന്നു. ഒരാഘോഷ ദിവസത്തിനായി അവർക്ക് കാത്തിരിക്കേണ്ടതില്ല. അവർക്ക് എല്ലാ ദിവസവും ഒരുപോലെ മനോഹരമാണ്. അവർ ആഘോഷിക്കുന്നില്ല, കാരണം അവർ ഇതിനകം തന്നെ സമാധാനത്തിലാണ്. ആ സമാധാനം ഒരാഘോഷത്തേക്കാൾ എത്രയോ വലുതാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരാളുടെ നിശബ്ദതയിൽ എത്ര വലിയ ഒരാത്മവിജയം ഒളിഞ്ഞിരിക്കുന്നു എന്ന് ലോകം അറിയുന്നില്ല. ആൾക്കൂട്ടത്തിൽ ചിരിക്കുന്നതിനേക്കാൾ ഏകാന്തതയിൽ പുഞ്ചിരിക്കാൻ പഠിച്ച ഒരാളുടെ വിജയം. അതുകൊണ്ട് അടുത്ത തവണ ജന്മദിനം ആഘോഷിക്കാത്ത ഒരാളെ കാണുമ്പോൾ അവരെ ദുഃഖിതരായി കാണാതിരിക്കുക. അവർ ലോകത്തെ ഒഴിവാക്കുകയല്ല, അവർ ആത്മാവിലേക്ക് മടങ്ങുകയാണ്. പുറമെയുള്ള ലോകത്തുനിന്ന് ഒരു ദിവസത്തേക്ക് അവധിയെടുത്ത് ഉള്ളിലെ ലോകത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അവർക്ക് ബലൂണുകളും വർണ്ണവിളക്കുകളും ആവശ്യമില്ല, കാരണം അവരുടെ ഉള്ളിൽ തന്നെ ഒരു വെളിച്ചം എപ്പോഴും തെളിഞ്ഞു കിടക്കുന്നുണ്ട്. ആത്മബോധത്തിന്റെ, തിരിച്ചറിവിന്റെ, സമാധാനത്തിന്റെ വെളിച്ചം. അവർക്കത് ഒരു ദിനമല്ല, അത് ആത്മാവിനുള്ള ഒരു കത്താണ്. കഴിഞ്ഞുപോയ വർഷത്തിന് നന്ദി പറഞ്ഞും വരും വർഷത്തിന് സ്വാഗതമൂതിയും അവനവന് വേണ്ടി എഴുതുന്ന ഒരു സ്നേഹലേഖനം. അതിന്റെ വരികൾക്കിടയിൽ ആഘോഷങ്ങളില്ല, പക്ഷേ ആഴത്തിലുള്ള ജീവിതമുണ്ട്. ഈ വീഡിയോ നിങ്ങളെ ആഴത്തിൽ ചിന്തിപ്പിച്ചുവെങ്കിൽ ഞങ്ങളുടെ യാത്രയിൽ പങ്കുചേരൂ. കൂടുതൽ ചിന്തകൾക്കായി ചാണക്യ വേഴ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ദിവസവും പുതിയ കാഴ്ചപ്പാടുകൾക്കായി. നന്ദി.